ബോളിവുഡ് നടിയും ബിഗ് ബോസ് താരവുമായ ഷെഫാലി ജരിവാലയുടെ പെട്ടെന്നുള്ള മരണത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം കഴിഞ്ഞ 8 വർഷമായി യൗവനം നിലനിർത്തുന്നതിനുള്ള മരുന്ന് ഷെഫാലി കുത്തിവെച്ചിരുന്നു. വീട്ടിൽ നിന്ന് മറ്റു പലതരം മരുന്നുകളും പോലീസ് ഫോറൻസിക് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. മരണത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് ആനന്ദ് മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ആനന്ദ്, ആകസ്മികമായ ഒരു മരണമായിരുന്നു. കഴിഞ്ഞ 8 വർഷങ്ങളായി സൗന്ദര്യവർദ്ധക അല്ലെങ്കിൽ യൗവനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെ ഷെഫാലി നടത്തി എന്ന വിവരങ്ങളാണ് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോറൻസിക് സംഘം എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ആനന്ദ്? ബിനിൽ, ഏതായാലും ഷെഫാലിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ ഈ മരണം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ റിപ്പോർട്ടായി രാജ്യം മൊത്തം, ഒരുപക്ഷെ ഈ മേഖലയിൽ ബോളിവുഡ് രംഗത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ആദ്യം വന്ന റിപ്പോർട്ട് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷമാണ് പോലീസ് ഇക്കാര്യത്തിലൊരു കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത്. അതായത് കുറച്ചുകൂടി സ്ഥിരീകരണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു വിവരം പോലീസ് പുറത്തുവിടുന്നത്. അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ബിനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഫോറൻസിക്കിൻ്റെയും പോലീസിൻ്റെയും വിദഗ്ധ പരിശോധന ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ ആൻറ്റി ഏജിങ് വെയിൽസ് എന്ന് പറയുന്ന, അതായത് വാർദ്ധക്യത്തിനെ പ്രതിരോധിക്കാനുള്ള നിത്യ യൗവനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പ്രത്യേകതരം മരുന്നുകൾ, അത് ഏതോ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 8 വർഷമായി ഇവർ സ്ഥിരം ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷെഫാലി പെട്ടെന്ന് മരണപ്പെടുന്നത്. ഒരു പൂജയുടെ ഭാഗമായിട്ട് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ ഭക്ഷണം കഴിക്കാതെ തുടർന്ന ശരീരത്തിലേക്ക് തന്നെ ഈ മരുന്ന്, നേരത്തെ പറഞ്ഞ ആൻറ്റി ഏജിങ് വെയിൽ എന്ന് പറഞ്ഞ ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. രാത്രി പെട്ടെന്ന് ഷെഫാലി അബോധാവസ്ഥയിലേക്കാവുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട്. ഫോറൻസിക് സംഘവും പോലീസും ഇവരുടെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഗ്യാസ്ട്രിക് ഗുളികകളും അതുപോലെ വിറ്റാമിൻ മെഡിസിൻസും അങ്ങനെ നിരവധി മരുന്നുകളുടെ ഒരു ശേഖരം തന്നെ, ഒരു കൂമ്പാരം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ ആരാണ്, എന്തൊക്കെയാണ് ഇതിനുവേണ്ടി ഇവർ പാലിച്ചിരുന്ന മാനദണ്ഡം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം അല്ലെങ്കിൽ വിശദമായ പരിശോധനകൾക്ക് ഫോറൻസിക്കും പോലീസും നടത്തുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൻ്റെയും ലാബ് ടെസ്റ്റുകളുടെയും നിരവധി റിസൾട്ടുകൾ പുറത്തു വരാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ നടക്കുക. ഏതായാലും ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ ഇത്തരം വാർത്തകൾ ഇപ്പോൾ സ്ഥിരം പതിവായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ഗൗരവതരമായ കാര്യമാണ്. അതായത് നിത്യയൗവനം നിലനിർത്താനും വാർദ്ധക്യം ഉണ്ടാകാതിരിക്കാനും എത്ര വലിയ ഡോസ് മരുന്നും ശരീരത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതി ഗൗരവമുള്ള വാർത്തയാണ് ബിനിൽ. ഓക്കെ, ഏറ്റവും ഗൗരവമായ ഒരു വാർത്ത കൂടിയാണ്. നടിയും മോഡലുമായിട്ടുള്ള ഷെഫാലിയുടെ മരണത്തോടൊപ്പം തന്നെ അതെങ്ങനെ സംഭവിച്ചു, അതിന് കാരണമായത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അശാസ്ത്രീയമാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം ചികിത്സാ രീതികൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വയം എന്തുണ്ടാകും എന്ന് സ്വയം ചോദിക്കേണ്ട, അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ഒരു വിചിന്തനം നടത്തേണ്ട ഒരു മരണവാർത്ത കൂടിയാണ് ഇപ്പോൾ ഷെഫാലിയുടേത്. ആനന്ദ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.